ഞാനിന്നിവിടെ മലയാളത്തിലെ 50 കവികളുടെ ഏതെങ്കിലും ഒരു ഈരടി അതാണ് ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. സാഹിത്യ സമ്പത്താണ് ഭാഷയ്ക്കുള്ള അംഗീകാരം. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. 2013 ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ 22 ഭാഷകളാണ് ഉള്ളത്. അതിൽ 6 ഭാഷയ്ക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. അതായത് ആദ്യം ലഭിച്ച തമിഴ്, പിന്നെ സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ, ഇങ്ങനെ 6 ഭാഷകൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. സാഹിത്യത്തിന് അനേകം ശാഖകളുണ്ട്. അതായത് കവിത, നാടകം, നോവല്, ചെറുകഥ, യാത്രാവിവരണം, ആത്മകഥയും ജീവചരിത്രങ്ങളും ഒന്നിച്ചാണ് കൂട്ടുന്നത്. അതുപോലെ നിരൂപണം, പഠനം, ബാലസാഹിത്യം, നർമ്മസാഹിത്യം, ഇങ്ങനെ ഒരുപാട് ശാഖകളുണ്ട്. പക്ഷേ നമ്മുടെ ഏറ്റവും പഴക്കമുള്ള ശാഖ എന്ന് പറയുന്നത് കാവ്യശാഖയാണ്. നമുക്കറിയാം, ചെറുശ്ശേരി 15ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്, എഴുത്തച്ഛൻ 16ാം നൂറ്റാണ്ട്, പൂന്താനം 17ാം നൂറ്റാണ്ട്, കുഞ്ചൻ നമ്പ്യാർ 18ാം നൂറ്റാണ്ട്. പക്ഷേ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ രചിക്കപ്പെട്ട വരികൾ ഇന്നും നമുക്ക് അറിയാം. അതാണ് കവിതയുടെ ഒരു പ്രത്യേകത. അപ്പോൾ കവിതയിലൂടെ കവികൾ എന്നും ജീവിക്കുന്നു. കവിത ആണ് ഏതൊരു സാഹിത്യത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ശാഖ. ഇപ്പം നമുക്ക് ജ്ഞാനപീഠം കിട്ടിയവരെ എടുത്തു കഴിഞ്ഞാൽ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠം കിട്ടിയിട്ട് നമുക്കറിയാം. അതിൽ 3 പേര് കവികളാണ്, ജി ശങ്കരക്കുറുപ്പ്, അക്കിത്തം, ONV കുറുപ്പ്. അതുപോലെ ജ്ഞാനപീഠത്തിന് തുല്യമായ ഒരു പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ. ജ്ഞാനപീഠത്തിനൊക്കെ പ്രൈസ് മണി കൂടുതലാണ്. ജ്ഞാനപീഠത്തിന് 11 ലക്ഷം ഉള്ളൂ, ഇതിന് 15 ലക്ഷമാണ് കൊടുക്കുന്നത്. ജ്ഞാനപീഠം കിട്ടിയവർക്ക് സരസ്വതി സമ്മാൻ പുരസ്കാരം കൊടുക്കില്ല, സരസ്വതി സമ്മാൻ പുരസ്കാരം കിട്ടിയവർക്ക് ജ്ഞാനപീഠവും കൊടുക്കില്ല. തുല്യമായിട്ട് ഏറെക്കുറെ കാണുന്നു. ഇത് 4 പേർക്ക് കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ, 4 കവികളാണ്. അതായത് ബാലാമണിയമ്മ, അയ്യപ്പ പണിക്കർ, സുഗതകുമാരി, പ്രഭാവർമ്മ. അപ്പം ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്നതും കാവ്യശാഖ തന്നെയാണ്. അതുകൊണ്ട് കവിത നമുക്കെന്നും പ്രിയപ്പെട്ടവരാകുന്നു. അപ്പം ഞാനീ ഞാനിവിടെ പറയുന്നതേ ഉള്ളൂ, കവിത ആലപിക്കുന്നില്ല. കാര്യം സമയപരിധിയുണ്ട്. എനിക്ക് 25 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പം 3:45, അപ്പം 4:10 നിർത്തേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അല്ലെങ്കിലും എനിക്ക് ആലപിക്കാൻ അറിയുകയില്ല, അതൊരു സത്യമാണ്. ആലപിക്കുന്നില്ല, പറയുന്നതേ ഉള്ളൂ. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതായിരിക്കും ഏറെക്കുറെ, കേൾക്കാത്തതും ഉണ്ടാവും. ഏതായാലും പുതിയതായി എഴുതി തുടങ്ങുന്നവർക്ക് ഇതൊരു പ്രചോദനമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആശാൻ സ്മാരക സാഹിത്യവേദി ആയതുകൊണ്ട് നമുക്ക് ആശാന്റെ കവിത തുടങ്ങാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലതാണ്. അടുത്തത് നമ്മുടെ ഭാഷാപിതാവ് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ കൃതികൾ മഹാഭാരതം കളിപ്പാട്ട്, അധ്യാത്മരാമായണം കളിപ്പാട്ട്, 24 വൃത്തം, ഹരിനാമകീർത്തനം, ഇവയൊക്കെയാണ്. അതിലെ ഏറ്റവും പ്രശസ്ത അധ്യാത്മരാമായണം കളിപ്പാട്ടാണ്. ഞാനിവിടെ പറയുന്നത് മഹാഭാരതം കളിപ്പാട്ടിലെ 4 വരികളാണ്. ക്ഷീരമാംസാദി പൂജിച്ചീടിലും അമേത്യത്തെ പാരാതെ പൂജിക്കണം സാരമയങ്ങൾക്കെല്ലാം. മത്തേഫം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലെ കുളിച്ചാലും. അതെ. അടുത്ത ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആധ്യാത്മിക ആചാര്യനും അതുപോലെ നവോത്ഥാന നായകനും സാമൂഹികർത്താവും മാത്രമല്ല, കവിയും കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് സ്തോത്രങ്ങളും കവിതകളും ഒക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇപ്പം ദൈവദശകം, അനുകമ്പാദശകം, അതുപോലെ കാളി നാടകം, ജാതി മീമാംസ, നവമഞ്ജരി, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, അങ്ങനെ ഒരുപാട്, ആത്മോപദേശ ശതകം, അങ്ങനെ ഒരുപാട് കവിതകൾ രചിച്ചിട്ടുണ്ട്. ആത്മോപദേശ ശതകത്തിലെ 4 വരിയാണ് ഞാൻ പറയുന്നത്. പലമതസാരവും ഏകമെന്ന് പാരാതുലകിലൊരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടയാണ്. അതാണ്. അടുത്തത് പൂന്താനം. പൂന്താനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ജ്ഞാനപ്പാന. നമുക്ക് എല്ലാവർക്കും അറിയാം. ജ്ഞാനപ്പാനയിലെ പകുതിയോളം വരികൾ അർത്ഥവത്താണ്, നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ പറയുന്നത്, കൂടിയില്ല പിറക്കുന്ന നേരത്തും കൂടിയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ. അടുത്ത കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന മലയാള കവിത്രയത്തിലെ ഏറ്റവും ഒടുവിൽ ജനിച്ച ആളാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിൻ്റെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഫലിത സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഭാഷയ്ക്ക് സംഭാവന ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പല കവിതകളും പഴഞ്ചൊല്ലുകളും അദ്ദേഹം സംഭാവന ചെയ്തതെന്ന് പറയുന്നു.
അതായത് മുല്ലപ്പൂമ്പടിയേറ്റ് കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം, അദ്ദേഹത്തിൻ്റെതാണ്. പിന്നെ ഗതികെട്ടാൽ പുലിപുലും തിന്നും, നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന് മുമ്പൊരു വരിയുണ്ട്, അത് നമ്മൾ പറയാറില്ല പലരും. ചതിപെട്ടാൽ പുനരന്തരുതാത്തു, ഗതികെട്ടാൽ പുലിപുലും തിന്നും, അങ്ങനെയാണ്. അപ്പൊ ഒന്ന് കുഞ്ഞൻ പേര്. അടുത്തത് രാമപുരത്ത് വാര്യർ 6. രാമപുരത്ത് വാര്യർ മാർത്താണ്ഡവർമ്മയുടെ കുഞ്ചൻ നമ്പ്യാരുടെ സമകാലീൻ, മാർത്താണ്ഡവർമ്മയുടെ രാജധാനിയിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കുചേലവൃത്തം മഞ്ചുപാട്ട് എന്നതിൽ 4 വരിയാണ് ഞാൻ പറയുന്നത്. കണ്ടാലെത്ര കഷ്ടം എത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ട് തറ്റൊടുത്തിട്ടുത്തരീയവും ഇട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ട് എന്തുകൊണ്ടോ ശൗരി എണ്ണു നീരടിഞ്ഞു ധീരനായ ചെന്താമര കണ്ണൻ എന്തോ കരഞ്ഞിട്ടുള്ളൂ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ 6-മത്തെയാണ് ഞാൻ പറഞ്ഞത്. 7 ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി സ്വാതിരുന്നാൾ രാജാവിന്റെ ആസ്ഥാന കവിയായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണന്തു തന്റെ നിലാവോ പുത്തൻ പവിഴക്കൊടിയോ ചെറു തത്തകൾ കൊഞ്ചും മൊഴിയോ, അങ്ങനെയുള്ള വരികൾ. അതായത് ഈ വരികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ PSC പരീക്ഷകൾക്ക് സാഹിത്യത്തിൽ നിന്ന് ചോദ്യമുണ്ട്. ഈ വരിയാണ് ഏറ്റവും കൂടുതൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ചതെന്ന് ഒരിക്കൽ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. PSCയിൽ സാഹിത്യ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ഇത് എഴുതി ആരാന്നാണ്. ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി നമ്മൾ പാടുന്ന പല പാട്ടുകൾ ഇരയിമ്മൻ തമ്പിയുടെ, നമ്മൾ പക്ഷെ അറിയുന്നില്ലെന്നേ ഉള്ളു. വീരവീരാട് കുമാര വിഭോ നമ്മൾ കേട്ടുകയാണ്. വീരവീരാട് കുമാര വിഭോ, അത് കുമ്മിപ്പാട്ട്, അത് അദ്ദേഹത്തിൻ്റെയോ. പിന്നെ ക്ഷോണീന്ദ്രപദ്യയുടെ വാണി നിശമ്യ എന്ന് തുടങ്ങുന്ന ദണ്ഡകം അദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ കരുണ ചെയ്യുവാൻ താമസം കൃഷ്ണ എന്ന് തുടങ്ങുന്ന കീർത്തനം അദ്ദേഹത്തിൻ്റെയാണ്. പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ എന്ന് ആരംഭിക്കുന്ന ശൃംഗാരകാവ്യവും അദ്ദേഹത്തിൻ്റെതാണ്. അപ്പൊ അടുത്തത് 7 കഴിഞ്ഞു, 8ആണ് ഇനി അടുത്തത്. നമുക്ക് കുമാരനാശാന്റെ സമകാലീനരായ ഒരു 3-4 കവികളുള്ളതാണ് ഇനി പറയുന്നത്. കുമാരനാശാൻ ജനിച്ച 1870 മുതൽ നമുക്കറിയാം. അതിന് 5 വർഷം മുമ്പ് 1868 ജനിച്ച കവിയാണ് KC കേശവപിള്ള. അദ്ദേഹത്തിന്റെ മഹാകാവ്യമാണ് കേശവീയം. അദ്ദേഹത്തിന്റെ 4 വരിയാണ് ഞാനിവിടെ പറയുന്നത്. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശം. അടുത്തത് ഉള്ളൂർ കുമാരനാശാനൊക്കെ 4 വയസ്സ് പ്രായക്കുറവ്, 1877 ജനിച്ചതാണ്. ഉള്ളൂരിന്റെ പ്രധാന കൃതി ഉമാകരളം മഹാകാവ്യം, പിന്നെ ഭക്തി ദീപിക, ചിത്രശാല, കർണഭൂഷണം, കിരണാവലി, ദീപാവലി, അങ്ങനെയുള്ളതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. അതിൽ പ്രേമസംഗീതത്തിലെ 4 വരിയാണ് ഞാൻ പറയുന്നത്. വളരെ അർത്ഥമുള്ളതാണ്, എല്ലാവരും കേട്ടിട്ടുള്ളതുമായിരിക്കും, പഠിച്ചിട്ടുള്ളതുമായിരിക്കും. ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുയരാം പ്രേമമതം നല്ലോ പരക്ക നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. അടുത്ത വള്ളത്തോൾ കുമാരനാശാനേക്കാൾ 5 വയസ്സ് പ്രായക്കുറവാണ്. 1878 ജനിച്ചാണ്. വള്ളത്തോളിന്റെ മഹാകാവ്യമാണ് ചിത്രയോഗം. പിന്നെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ബധിര വിലാപം, അച്ഛനും മകളും, ശിഷ്യനും മകനും, കൊച്ചു സീത, ഇതൊക്കെയാണ് സാഹിത്യമഞ്ജരി. ഇതൊക്കെയാണ് വള്ളത്തോളിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഞാനിവിടെ ഉപയോഗിക്കുന്ന വരി ഇതാണ്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അടുത്ത പന്തളം കേരളവർമ്മ. കുമാരനാശാനേക്കാൾ 6 വയസ്സ് പ്രായക്കുറവ്, 1879 ജനിച്ചതാണ്. പക്ഷെ അദ്ദേഹം കുമാരനാശാനേക്കാൾ മുമ്പ് മരിച്ചുപോയി. 40 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ മഹാകാവ്യമാണ് രുക്മാംഗത ചരിതം. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തി ഉണ്ടാകണം. അടുത്തത് 12. 12ഉം 13ഉം മാർച്ചിങ് ഗാനങ്ങളാണ്. വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി C. കൃഷ്ണൻ വൈദ്യൻ അഥവാ പാണാവള്ളി കൃഷ്ണൻ വൈദ്യൻ രചിച്ച മാർച്ചിങ് ഗാനമാണ്. അടുത്തത് വരിക വരിക സഹചരെ പതിതരില്ല മനുജരിൽ ഒരു പിതാവിൽ ഉത്ഭവിച്ച തനയരായ നമ്മളി കരമണച്ചു കരളുറച്ചു പെരുവഴിക്കു പോകണം ഒരുവനുള്ളതല്ല ഈ രാജവീഥി, ഒരുവനുള്ളതല്ല ഈ രാജവീഥി. അതിന്റെ അർത്ഥം കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി ഉള്ള എഴുതിയെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അടുത്തത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി അംശി നാരായണപിള്ള രചിച്ച, അതും ആരംഭിക്കുന്ന വരിക വരിക സഹചരന. വരിക വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകുന്ന വെടികൾ ഇടികൾ അടികളൊക്കെ വന്നു മേത്തുകൊള്ളുകിൽ പൊടി തുടച്ച് ചിരിച്ച് മാറുകാട്ടി നിൽക്കണം. ഓക്കെ. അടുത്തത് പണ്ഡിറ്റ് കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ. ഇവര് സാമൂഹ്യകർത്താക്കൾ മാത്രമല്ല കവികളും കൂടിയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാനപ്പെട്ട കൃതി ബാലാകലേശം, ജാതിക്കുമ്മി, ഇങ്ങനെ കൃതികളുണ്ട്. ജാതിക്കുമ്മിയിലെ വരിയാണിത്.
ഇക്കാണും ലോകങ്ങൾ ഈശ്വരന്റെ മക്കളാണ് എല്ലാവരും ഒരു ജാതി. നീക്കി നിർത്താമോ സമസൃഷ്ടിയെ, ദൈവം നോക്കിയിരിപ്പില്ലേ യോഗപ്പെണ്ണെ, തീണ്ടൽ ധിക്കാരമല്ലയോ ജ്ഞാനപ്പെണ്ണ്. ഇതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെത്. അടുത്ത സഹോദരൻ അയ്യപ്പന്റെ. യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശി. ഓക്കെ, അടുത്തത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻ പുറം നന്മകളാൽ സമർത്ഥം. അടുത്തത് നാലപ്പാട്ട് നാരായണമേനോൻ. നാലപ്പാട്ട് നാരായണമേനോന്റെ പത്നി അകാലത്തിൽ അന്തരിച്ചു. ദുഃഖിതനായ അദ്ദേഹം ഒരു വിലാപകാവ്യം എഴുതി, അതാണ് കണ്ണുനീർത്തുള്ളി. കണ്ണുനീർത്തുള്ളിയിലെ 4 വരിയാണ് ഞാനിവിടെ പറയുന്നത്. അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. ഓക്കെ, 18ാമത്താണ്. സമയം ആവശ്യത്തിന് എടുക്കുന്നുള്ളെന്ന് തോന്നുന്നു. അടുത്തത് സിസ്റ്റർ മേരി ബെനീഞ്ഞ. അവർ തന്നെയാണ് മേരി ജോൺ തോട്ടമാണ് മേരി ബെനീഞ്ഞ ആയത്. മേരി ബെനീഞ്ഞയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മലയാളത്തിൽ ആദ്യമായിട്ട് മഹാകാവ്യം എഴുതിയത് സിസ്റ്റർ മേരി ബെനീഞ്ഞയാണ്. വരികൾ: ചുണ്ടുകൾ എത്ര ചരിപ്പിച്ചാലും സരള പദാവലി നാം കൊണ്ടാടിക്കൊണ്ടുരുവിട്ടാലും പ്രാർത്ഥനയാകില്ല. ഉണ്ടാകണം അകതാരിൽ ചിന്തയിൽ ഈശ്വര സാന്നിധ്യം, വേണ്ടുമ്പോൾ സ്തുതി വരണം ഹൃദയാഘാതതയിൽ നിന്നും. അടുത്തത് മേരി ജോൺ കൂത്താട്ടുകുളം. അത് CJ തോമസിന്റെ സഹോദരിയാണ്. നമുക്കറിയാം CJ തോമസ് നാടകൃത്തും വലിയ സാഹിത്യകാരനായിരുന്നല്ലോ. പൊന്നുമകന്റെ വിശേഷം അതിധന്യമാകും സുവിശേഷം, അമ്മയാം ദേവിയോടോതി അവർ ജന്മസാഫല്യം അടഞ്ഞു. യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ചാണ് എഴുതിയിട്ടുള്ളത് വരികൾ. അടുത്ത ബോധേശ്വരൻ. 20 ബോധേശ്വരൻ. അത് സുഗതകുമാരിയുടെ പിതാവാണ് ബോധേശ്വരൻ. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ചേര പുരാതന പാവന ചരിതേ, ആര്യ കുലോൽക്കട ഭാർഗവ നിരതേ. 21 ജി ശങ്കരക്കുറുപ്പ്. നമുക്കറിയാം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ കവിയാണ്. മലയാളത്തിൽ, ഇന്ത്യയിൽ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം ആദ്യം ലഭിച്ച അദ്ദേഹത്തിനാണ്. ഓടക്കുഴല്, ഓലപ്പീപ്പി, ഇളം ചുണ്ടുകൾ, വിശ്വദർശനം, അന്തർദാഹം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ. അദ്ദേഹത്തിന്റെ മകനോട് എന്ന കവിതയിലെ വരിയാണ് ഞാനിവിടെ പറയുന്നത്. അന്യൻ ഉയർച്ച കാണുമ്പോൾ ആനന്ദിക്കേണ്ടവനാണ് നീ, മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്ന കൗതുകാൽ, പറന്നുപോയ കിളിയെ പക്ഷേ വീണ്ടും പിടിച്ചിടാം പാവമോ, പറന്നുപോയ കിളിയെ പക്ഷേ വീണ്ടും പിടിച്ചിടാം കാലമോ, പോവുകിൽ പോയി കരുതി ജോലി ചെയ്യുന്നു. ഓക്കെ, 22 വെണ്ണിക്കുളത്തിൻ്റെതാണ്. എത്ര കണ്ടു കുറയ്ക്കാം ദുരാഗ്രഹം, അത്ര ജീവിതഭാരം കുറഞ്ഞുപോകും. എത്ര കൂട്ടാം പരഹിത വാഞ്ചിതം, അത്ര കണ്ടു പെരുക്കാം ജഗൽ സുഖം. വളരെ അർത്ഥമുള്ള വരികളാണ്. പലരുടെയും അർത്ഥമുള്ള വരികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അർത്ഥമില്ലാത്ത ചില കവികൾക്ക് നമുക്ക് കിട്ടുന്നില്ല, അർത്ഥമില്ലാത്ത, അതാണ് അങ്ങനെ എടുക്കുന്നത്. അർത്ഥമുള്ളതേ എടുക്കുള്ളൂ. അടുത്ത സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഇദ്ദേഹം EMS ഒരുപാടിൻ്റെ ഒക്കെ ഒരു സമകാലീൻ, AKGയുടെ ഒക്കെ ഒരു സമകാലീനാണ്. ഇദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു, പിന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആയി, പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയി. ഇദ്ദേഹം ഒരു കവിയും കൂടിയാണ്. ഇദ്ദേഹത്തിന് ഞാനിവിടെ പറയാൻ പോകുന്ന വരികൾ VS അച്യുതാനന്ദൻ പലവട്ടം 2 പ്രാവശ്യം പത്രക്കാരുടെ മുമ്പിൽ ആലോചിച്ചിട്ടുള്ളതാണ്. അതായത് എതിരാളികളുടെ മേൽ വിജയം വരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇത് ആലോചിച്ചിട്ടുള്ളത് ഞാൻ ഓർമ്മിക്കുന്നു. തല നരയ്ക്കുവതല്ല എൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ല എൻ്റെ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമൻ യൗവനം, വഴിമുടക്കുന്ന മാമൂൽ തലകളെ പിഴുതെടുക്കുന്ന ശീലമൻ യൗവനം. 24 ഇടശ്ശേരി. ഇടശ്ശേരിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൃതിയാണ് കാവിലെപ്പാട്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് ഒരു പിടി നെല്ലിക്ക. പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകൃഷി നാടകം വളരെ പ്രശസ്തമാണ്. പുത്തൻ കലവും അരിവാളും എന്ന കൃതിയിലെ ഒരു വരിയാണ് ഞാനിവിടെ പാടുന്നത്. പുത്തൻ കലവും അരിവാളും കലർന്നൊട്ടിട വെട്ടി വരം പിന്മേൽ, അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ. അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ. അതായത് പാട്ട കർഷകനോടും ഇവിടുത്തെ നിസ്വനായ തൊഴിലാളി വർഗത്തോടുമുള്ള ഒരു ആഹ്വാനമായിരുന്നു ആ കവിത. ഓക്കെ, അടുത്തത് 25 കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കൊട്ടാരത്തിൽ ശങ്കുണ്ണി കവിയും കൂടിയാണ്. നമുക്ക് ഐതിഹ്യമാലയെ കുറിച്ച് അറിയാം, അദ്ദേഹം കവിയും കൂടിയാണ്. വലിയ അർത്ഥമുള്ള വരിയാണ് അദ്ദേഹം എഴുതിയേക്കുന്നത്. അന്യർക്ക് നാശത്തിനൂന്നുന്ന ദേവനോ സന്ദേഹമില്ലവൻ തന്നെ നശിച്ചു പോകും. അന്യർക്കു നാശത്തിന് ഊന്നുന്ന ദേവനോ സന്ദേഹമില്ലവൻ തന്നെ നശിച്ചു പോകുന്നതാണ്. അടുത്ത സഞ്ജയൻ. പരിഹാസം എന്നാൽ ശകാരം മാത്രമല്ല ഒരിക്കലും അത് മറക്കരുതാനും, പരിഹാസ പുതു പനീർ ചെടിക്കടോ ചിരി അത്ര പുഷ്പം ശകാരം മുള്ളുതാൻ, അതിൻ്റെ പൂവാണ് ആ ചെടിക്കലങ്കാരം അതിൻ്റെ മുള്ളല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. അടുത്തത് ഇടപ്പള്ളി രാഘവപിള്ള. 27ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്ത കവിയാണ് ഇടപ്പള്ളി രാഘവപിള്ള. നവസൗരഭം, മണിനാഥം, അങ്ങനെ
4 പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 27 വയസ്സിന് മുമ്പ്. അദ്ദേഹത്തിന്റെ വരി ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്: എനിക്കുമുണ്ടേതോ ചിലതെല്ലാം ഒഴി പരപ്പിനോടൊന്ന് പറഞ്ഞു പോകുവാൻ, വരുന്ന വർഷത്തിൻ സമാഗമത്തിലൻ ചിറ തകരുകിൽ കൃതാർത്ഥനായി ഞാൻ. അടുത്തത് ബാലാമണിയമ്മ. ബാലാമണിയമ്മ ഒരുപാട് അവാർഡ് കിട്ടിയ കവിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സരസ്വതി സമ്മാന്റെ കാര്യം പറഞ്ഞു. മുത്തശ്ശി, അമ്മ, മഴുവിന്റെ കഥ, നിവേദ്യം, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ. അവരുടെ വരികൾ: പാഠാലയത്തിലെ പ്രാമണ്യമുള്ളവർ പാവങ്ങളോട് തിണങ്ങലുള്ളൂ, പഞ്ചാമൃതക്കൂട്ടും ഞാവൽപ്പഴങ്ങളും പങ്കിട്ടെടുത്ത് കഴിക്കലുള്ളൂ. അതായത് സമ്പന്നര് കുട്ടികളായിരിക്കുമ്പോൾ മാത്രമാണ് പാവപ്പെട്ടവരായിട്ട് ഇടപെടുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തിന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് വിട. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് കയ്പവല്ലരി. വയലാർ അവാർഡ് മകരക്കൊയ്ത്ത്. പിന്നെ കന്നിക്കൊയ്ത്ത് എന്നൊരു ഇതുണ്ട്. അദ്ദേഹത്തിന്റെ പന്തങ്ങൾ എന്ന കവിതയിലെ 4 വരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചോര തുടിക്കും ചെറു കയ്യുകളെ പേറുക വന്നി പന്തങ്ങൾ, ഏറിയ തലമുറ ഏന്തിയ പാരിൻ വാരൊളി മംഗള ഗന്ധങ്ങൾ. 30 സമയം ഒട്ടും അധികരിച്ചിട്ടില്ല, കുഴപ്പമില്ല. പാലാ നാരായണൻ നായർ. പാലാ നാരായണൻ നായർ വലിയ അർത്ഥമുള്ള വരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കേരളം വളരുന്നു എന്ന കൃതിയിലേതാണ്, വളരെ അർത്ഥമുള്ളതാണ്. കേരളം ചെറുതല്ല, പിന്നമാ മതങ്ങൾക്ക് താവളം, കലാപര സംസ്കാര സേവാദളം, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദരും ഒന്നിച്ചു വസിക്കുന്നത് എത്രയോ ശതാബ്ദമായി. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദരും ഒന്നിച്ചു വസിക്കുന്നത് എത്രയോ ശതാബ്ദമായി. വളരെ അർത്ഥമുള്ള വരികളാണ്. അടുത്തത് ചങ്ങമ്പുഴ. 37 വയസ്സിൽ മരിച്ചുപോയ കവിയാണ് ചങ്ങമ്പുഴ. പരിഭാഷ ഉൾപ്പെടെ 57 കൃതികളുടെ രചയിതാവാണ് ചങ്ങമ്പുഴ. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു നിരാശയാണ്. അപ്പൊ കപടതയ്ക്ക് കഴിഞ്ഞിടു കാഞ്ചന ജയപതാക ഇവിടെ പറത്തുവാൻ, കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. അടുത്തത് കുഞ്ഞുണ്ണി മാഷാണ്. ചങ്ങമ്പുഴയുടെ കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം. അതിനോടനുബന്ധിച്ചാണ് കുഞ്ഞുണ്ണി മാഷ് എഴുതിയേക്കുന്നത്: കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. അത് കുഞ്ഞുണ്ണി മാഷ്. 33 എസ് കെ പൊറ്റക്കാട് ഒരു കവിയും കൂടിയാണ്. അദ്ദേഹം യാത്രാവിവരണ ഗ്രന്ഥകർത്താവാണ്, നോവലിസ്റ്റാണ്, നാടകകൃത്താണ്, കവിയും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം വളരെ ഇഷ്ടപ്പെടുന്നു എന്ന അർത്ഥത്തിലാണ് ഈ വരികൾ രചിച്ചിട്ടുള്ളത്. മരണഗന്ധം കലർന്നതാണെങ്കിലും, ഒരു നിയമവും മേലാത്തതെങ്കിലും, ഒരു നിരർത്ഥക സ്വപ്നമാണെങ്കിലും, അതിരു കാണാത്ത യാത്രയാണെങ്കിലും, മധുരമാണെനിക്കെന്നും ഈ ജീവിതം. ാണ് എസ് കെ പൊറ്റക്കാട് എഴുതിയിരിക്കുന്നത്. എസ് കെ പൊറ്റക്കാട് പാർലമെന്റ് അംഗമായിരുന്നത് പുതിയ തലമുറയ്ക്ക് അറിയുമെന്നറിയില്ല. ലോക്സഭാംഗമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥ, വിഷകന്യക, ഒരു തെരുവിന്റെ കഥ, ബാലിദ്വീപ് തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. അടുത്തത് 34 പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് താമരത്തോണി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് കളിയച്ചൻ. പി കുഞ്ഞിരാമൻ നായരുടെ വരികൾ: ബോധമില്ലാത്ത കിടക്കും അവസ്ഥയ്ക്ക് മീതയായി ഘോര വിപത്തന്തു ഭൂമിയിൽ, ബോധമില്ലാത്ത കിടക്കും അവസ്ഥയ്ക്ക് മീതയായി ഘോര വിപത്തന്തു ഭൂമിയിൽ. 35 എൻ വി കൃഷ്ണവാര്യർ. കൃഷ്ണവാര്യർ നമ്മുടെ വായന പക്ഷാചരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു ഉള്ള സമയവും കൂടെ ആയതുകൊണ്ടുകൂടെ പ്രയോജനപ്പെടുന്ന ഒരു വരിയാണ് ഞാനിവിടെ പറയുന്നത്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്, പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്, പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മർത്യവിജ്ഞാന സാര സർവസ്വം. ഓക്കെ. 36 ആർ രാമേന്ദ്രൻ. മുട്ടി വിളിച്ചൻ ആത്മാവിൽ എത്രയോ വട്ടം മധുരമായി സംഗീത വീചികൾ, എങ്കിലും ശ്രദ്ധിച്ചതില്ല ഞാൻ, കമ്പികളെല്ലാം അഴിഞ്ഞേ കിടന്നിതൻ വല്ലകി. 37 ഒളപ്പമണ്ണ. ഒളപ്പമണ്ണയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് നങ്ങമക്കുട്ടി. ബാക്കി ഞാൻ ഓർമ്മിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വരികള്: ഒക്കെയും കണ്ടു മടങ്ങുമ്പോഴാണല്ലോ മക്കളെ നിങ്ങൾ അറിഞ്ഞിടുന്നു, നാടായ നാടൊക്കെ കണ്ടുവെന്നാകിലും വീടാണ് ലോകം, വലിയ ലോകം. അടുത്തത് പി ഭാസ്കരൻ. പി ഭാസ്കരന്റെ ബന്ധം എന്നൊരു കവിതയിലെ 4 വരിയാണ് ഞാനിവിടെ പറയുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ബന്ധം എന്ന പേരിൽ മറ്റാരും കവിത എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറേയൊക്കെ വായിക്കുന്നതാണ്, ആനുകാലികങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ബന്ധു 1997 ഇവിടുത്തെ കേരള ഹൈക്കോടതി നിരോധിച്ചു. അതിനു മുമ്പ് പി ഭാസ്കരൻ എഴുതിയാണ്. പി ഭാസ്കരൻ 2004 അന്തരിച്ചു. ബന്ധാണ് ബന്ധാണ് ബന്ധ്,
ബന്ധിൻ തടവിൽ കരചരണാദികൾ ബന്ധിച്ച മട്ടിലിയുച്ചയിരുട്ടിൽ വൃദ്ധനായി നീണ്ടുകിടപ്പു വിശപ്പാർന്ന നക്രം കണക്കി നഗരം. പി ഭാസ്കരൻ ഗാനരചയിതാവ്, കവി, സിനിമാ നിർമ്മാത, സംവിധായകനൊക്കെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് ഒറ്റ കമ്പിയുള്ള തമ്പുരു. അടുത്തത് 38 പി ഭാസ്കരൻ. 39 തിരുനെല്ലൂർ കരുണാകരൻ. ചവറും ചപ്പും കൂന കൂടിയേ കിടക്കുന്നു, പകലിൻ നെടുവീർപ്പിൽ നിന്ന് കാറ്റുണരുന്നു, ഇനിയും വൈകിക്കൂടാ തീപ്പൊരി കാളാൻ ഇനി എൻ ഗാനം കൊടുങ്കാറ്റതിൽ ഉയരട്ടെ. അടുത്തത് ചെമ്മനം ചാക്കോ, ഒരു ഹാസ്യ സാഹിത്യകാരനാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ രാജപാത എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ളതാണ്. പറയുന്നു മാവേലി, കേരളം കാണുവാൻ കൊതിയുണ്ടെന്നുള്ളത് നേരല്ലോ, അധികാര കൊതിയന്മാർ ചതിയന്മാരുള്ളപ്പോൾ അവിടേക്ക് പോരാൻ വെറുപ്പല്ലോ. അടുത്തത് അക്കിത്തം. അക്കിത്തം ജ്ഞാനപീഠം കിട്ടിയ ഒരു കവിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ആണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതി. അദ്ദേഹത്തിന്റെ 4 വരി. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. 42 NN കക്കാട്. സഫലമീ യാത്ര എന്ന ഒറ്റ കൃതി കൊണ്ട് അദ്ദേഹം ശ്രദ്ധേയനാണ്. വേറെ കൃതികളുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡൊക്കെ ആ ഒരു കൃതിക്ക് കിട്ടിയിട്ടുണ്ട്. വരിക സഖി അരികത്തു ചേർന്നു നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്കാം, നാം അന്യോന്യം 3 വടികളായി നിൽക്കാം, ഹാ സഫലമീ യാത്ര. 43 വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയെ കുറിച്ച് നമുക്ക് അറിയാത്തവരാരുമില്ല. കവിയാണ്, മികച്ച ഗാനരചയിതാവാണ്. അദ്ദേഹത്തിന്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് സർഗസംഗീതം. മുളങ്കാട്, എനിക്ക് മരണമില്ല, കൊന്തയും പൂണൂലും, പുരുഷാന്തരങ്ങളിലൂടെ, ആയിഷ തുടങ്ങിയവയ്ക്ക് അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഗാനരചയിതാവിന് ദേശീയ അവാർഡ് ആദ്യം കിട്ടിയ കവിയാണ്, ഗാനരചയിതാവാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിന്റെ വരികൾ: സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, മാനിക്കയില്ല ഞാൻ മാനവ മൂല്യങ്ങൾ മാനിച്ചിടാത്തൊരു നീതിശാസ്ത്രത്തെയും. അപ്പൊ 43 കഴിഞ്ഞു. 44 പുതുശ്ശേരി രാമേന്ദ്രൻ. പെണ്ണ് കണ്ണീരും കൊണ്ട് പിറന്നോൾ അവൾക്കുണ്ടോ മണ്ണടിവോളം മണ്ണിൽ ഇത്തിരി മനസ്വാസ്ഥ്യം. വനിതകളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പെണ്ണ് കണ്ണീരും കൊണ്ട് പിറന്നോൾ അവൾക്കുണ്ടോ മണ്ണടിവോളം മണ്ണിൽ ഇത്തിരി മനസ്വാസ്ഥ്യം. വനിതകളെ കുറിച്ച് എഴുതുന്ന പറയുമ്പോൾ എല്ലാവരുടെ മുഖത്ത് ചിരി കണ്ടു. പക്ഷെ ചങ്ങമ്പുഴ വനിതകളെ കുറിച്ച് എഴുതിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നാരികൾ നാരികൾ വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ, നാരകീയാഗ്നികൾ, അങ്കുശമില്ലാത്ത ചാവല്യമേ മണ്ണിൽ അങ്ങനെ എന്ന് വിളിക്കുന്ന നിന്നെ ഞാൻ. തക്കുമ്പോൾ പറയുവാനുള്ളൊരു സാമർത്ഥ്യത്തെ തൽക്കാലം നമുക്കെല്ലാം സ്ത്രീ എന്ന് വിളിച്ചിടാം. അങ്ങനെയും അങ്ങനെ ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട്. 45 അയ്യപ്പ പണിക്കർ. അയ്യപ്പ പണിക്കരുടെ കൃതികൾ ഓർക്കാൻ എളുപ്പമുണ്ട്. അയ്യപ്പ പണിക്കരുടെ കൃതികൾ 1-ാം ഭാഗം, അയ്യപ്പ പണിക്കരുടെ കൃതികൾ 2-ാം ഭാഗം, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. അദ്ദേഹത്തിന്റെ വരികൾ: ഓർമ്മയിൽ നോവുന്നത് മറക്കാൻ കഴിഞ്ഞെങ്കിൽ ഓർമ്മകൾ ഇനിമേലിൽ പിറക്കാതിരുന്നെങ്കിൽ. അടുത്തത് യൂസഫ് അലി കേച്ചേരി. അദ്ദേഹം എഴുത്തച്ഛനെ കുറിച്ച് മലയാളം എന്ന കവിതയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അരുളിനേൻ പാരിൽ അഖില ഭോഗ്യവും അരുന്തുതങ്ങള മസഖ്യ മാത്രയിൽ മരിക്കുവോരുടെ മനസ്സിലിറ്റിക്കാൻ മരണമില്ലാത്ത മൊഴികൾ തീർത്തതാണ്. 47 ONV.ONV.ക്കാണ് മലയാള കവികളിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടിയിട്ടുള്ളത്. വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, പിന്നെ പുഷ്കിൻ മെഡൽ ഓഫ് റഷ്യ. ഇതൊക്കെ പുസ്തകത്തിനല്ല, ഒരു സാഹിത്യകാരന് ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകുന്ന സംഭാവനകൾ പരിഗണിച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ബാക്കി എല്ലാ അവാർഡും കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകമാണ് അക്ഷരം. വയലാർ അവാർഡ് കിട്ടിയ പുസ്തകം ഉപ്പ്. അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകമാണ് അഗ്നിശലഭങ്ങൾ. മൃഗയ എന്ന പുസ്തകത്തിന് ഓടക്കുഴൽ അവാർഡ്. ആശാൻ വേൾഡ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട് ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതിക്ക്. അദ്ദേഹത്തിന്റെ വരികൾ മലയാള ഭാഷയെക്കുറിച്ചുള്ളതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്മൊഴി നറുമൊഴി മലയാളം, നമ്മുടെ തായ്മൊഴി മലയാളം, കേരള നാട്ടിലെ മാളോരുടെ മൊഴി കേളിയഴും പ്രിയ മലയാളം. അടുത്ത സുഗതകുമാരി. സുഗതകുമാരിയും 48 സുഗതകുമാരിയും ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുള്ള കവയിത്രിയാണ്. മണലെഴുത്തെന്ന കൃതിക്ക് സരസ്വതി സമ്മാൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. രാത്രിമഴ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. പാതിരാപ്പൂക്കൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അമ്പലമണി വയലാർ അവാർഡ്. ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി.
ഓക്കെ. അപ്പൊ അടുത്തത് 49 കടമ്മനിട്ട. കടമ്മനിട്ടയാണ് കവിത ഈ ചൊല്ലി ആസ്വദിക്കുന്ന രീതി കൊണ്ടുവന്നു. അതിനുശേഷം മധുസൂദനൻ നായരും മുരുകൻ കാട്ടാക്കടയും ഒക്കെ അത് പിന്തുടർന്നു. കടമ്മനിട്ടയാണ് ആദ്യമായിട്ട് കവിതകൾ കൊണ്ടുവന്നത്. അതുവരെ കവിത വായിച്ച് ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന് കോഴി എന്ന ഒരു കൃതിയിലേതാണ് ഞാനിവിടെ പറയുന്നത്. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തി ജ്വലിക്കുമ്പോൾ കണ്ണു വേണം അണയാത്ത കണ്ണ്. 49 കഴിഞ്ഞ് 50 ലാസ്റ്റ് അയ്യപ്പന്റെയാണ്. അയ്യപ്പന്റെ അത് ഗദ്യകവിതയാണ്. മരണ വീട്ടിലെ മഴ തോരുന്നില്ല, ശപിച്ചുകൊണ്ട് ബന്ധുക്കൾ. മരണ വീട്ടിലെ മഴ തോരുന്നില്ല, ശപിച്ചുകൊണ്ട് ബന്ധുക്കൾ. മഴയെ പ്രണയിച്ചവന്റെ മരണത്തിന് വരാതിരിക്കാനാവില്ലല്ലോ എന്ന് മഴയും. അപ്പം 50 കവിതകളാണ് ഞാനിവിടെ ആലപിച്ചത്. ഇതൊരു പ്രത്യേകതയുള്ളത്, ഇതെല്ലാം ഞാൻ ആദ്യകാല കവിതകളെ എടുത്തപ്പോൾ എല്ലാവരും അന്തരിച്ചവരാണ്, ജീവിച്ചിരിക്കുന്നവരുടെ കവിത ഇതിലില്ല. അപ്പം 50 കവിതകൾ. അത് ഞാൻ പറയുന്നത് നമ്മൾ കവിതകൾ എഴുതണം. പുതിയ ആളുകളൊക്കെ ധാരാളം, പുതിയ കവികളൊക്കെ ധാരാളം കവിതകൾ എഴുതണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് എന്നോട് ഒരാൾ ചോദിക്കുകയാണെന്ന് ഇരിക്കട്ടെ, ഞങ്ങൾ ആരുടെ കവിതകൾ വായിക്കണം പുതിയ കവിതകൾ എഴുതാനായിട്ട്, ഞങ്ങൾക്ക് പദസ്വാധീനമൊക്കെ കിട്ടാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചങ്ങമ്പുഴയും കുഞ്ചൻ നമ്പ്യാരുമേ പറയുള്ളൂ. കാര്യം അത്രമാത്രം പദസ്വാധീനമുള്ള ഒരു കവികളാണ് ചങ്ങമ്പുഴയും കുഞ്ചൻ നമ്പ്യാരും. അവരുടെയൊക്കെ കവിതകൾ വായിച്ചാൽ നമുക്ക് ഡിക്ഷണറി വേണ്ട, നമുക്ക് മനസ്സിലാകും പെട്ടെന്ന്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ളത്. അപ്പൊ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഞാൻ സമയം ഒട്ടും കൂടുതലെടുത്തില്ല, 25 മിനിറ്റ് കൊണ്ട് തീർത്തു. നന്ദി, നമസ്കാരം. അടുത്തത്